ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഈ ഒരു ഫോട്ടോ ആണ് വരയ്ക്കാൻ വേണ്ടി സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ ഒരു പാർട്ടിൽ നമ്മൾ ഔട്ട്ലൈൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഇത്ര ഭാഗത്ത് ക്രോസ് ആയിട്ട് ലൈൻസ് വരച്ചിട്ടാണ് ഔട്ട്ലൈൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, നമുക്ക് ആ ഒരു വരയ്ക്കുന്ന കോളം തെറ്റിപ്പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ കണ്ണിൻ്റെ ആ ഒരു ഭാഗമാണ് വരച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഔട്ട്ലൈൻ തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ രീതിയിൽ ഔട്ട്ലൈൻ ചെയ്യാവുന്നതാണ്. പലരും എന്നോട് വന്ന് പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ട്ലൈൻ ചെയ്യുമ്പം തെറ്റിപ്പോകുന്നു എന്ന് പറയുന്നുണ്ട്. പലരും ഗ്രിഡ് ലൈൻസ് ഇടുന്ന സമയത്ത് അതിൽ ഗ്രിഡ് ലൈൻസ് ഇട്ടിട്ട് വരച്ചിട്ട് പോലും തെറ്റിപ്പോകുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പം ഈ ഒരു രീതി ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ നല്ല രീതിക്ക് ഔട്ട്ലൈൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഔട്ട്ലൈൻ ഇടാൻ വേണ്ടി നമുക്ക് ഗ്രിഡ് മെത്തേഡ് യൂസ് ചെയ്യാം. അപ്പോൾ ഗ്രിഡ് മെത്തേഡ് ഉപയോഗിച്ചിട്ടും ചിലർക്ക് ഔട്ട്ലൈൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നിങ്ങനെ പറയാറുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് തെറ്റിപ്പോകുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് പറ്റാത്തതെന്ന് ചോദിക്കുന്ന സമയത്ത് അവർ ഗ്രിഡ് ലൈൻസ് ഇടുന്ന സമയത്ത് അതിൻ്റെ അളവും കാര്യമൊന്നും കറക്റ്റായിട്ട് ചെയ്യാറില്ലെങ്കിൽ ചുമ്മാ ഒരു ഗ്രിഡ് ലൈൻസ് വരച്ച് പോവുകയാണ് ചെയ്യാറ്. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും നല്ല രീതിക്ക് ഔട്ട്ലൈൻ ചെയ്യാൻ സാധിക്കത്തില്ല. കാരണം ആ ഓരോ കോളം നമ്മൾ വരയ്ക്കുന്ന സമയത്ത് ആ ഓരോ കോളത്തിലും കറക്റ്റായിട്ടുള്ള അളവുണ്ട്. അപ്പോൾ ആ അളവ് നമ്മൾ കറക്റ്റായിട്ട് തന്നെ ചെയ്ത് വരച്ചെടുക്കണം. അപ്പം ഞാൻ 2 സെൻറ്റിമീറ്റർ വെച്ചാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ വരയ്ക്കുന്ന സമയത്തും കറക്റ്റായിട്ട് അളവെടുത്തിട്ട് തന്നെ ചെയ്യുക. എങ്കിൽ ഞാൻ പറഞ്ഞ ഔട്ട്ലൈൻ നമുക്ക് നല്ല രീതിയിൽ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ ഗ്രിഡ് ലൈൻസ് വരയ്ക്കുന്ന എങ്ങനെയാണെന്നുള്ള ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എല്ലാ വീഡിയോക്കകത്തും ഗ്രിഡ് ലൈൻസ് വരയ്ക്കുന്നത് കാണിക്കാത്തത്. അപ്പോൾ നിങ്ങൾക്കത് കണ്ട് നോക്കി കഴിഞ്ഞാൽ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുത്ത് നിങ്ങൾക്ക് വരയ്ക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് വഴി ചോദിക്കാവുന്നതാണ് കേട്ടോ, ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഈ ഒരു ഫോട്ടോ വരയ്ക്കാൻ വേണ്ടി എടുക്കുന്ന സമയത്ത് ഞാൻ ആദ്യം ഓർത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ് മാത്രമായിട്ടൊന്ന് വലിപ്പത്തിൽ വരച്ച് എടുത്താൽ മതി എന്നാണ് ഓർത്തത്. പിന്നെ ഞാൻ ഓർത്തു ഈ ഫേസ് മാത്രം വരച്ചിട്ട് കാര്യമില്ല, ഈ ഫോട്ടോ നമുക്ക് ഇതേപോലെ തന്നെ മുഴുവനായിട്ട് വരച്ചാൽ ആ ഒരു പടത്തിനുള്ള ഒരു ഇത് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് അങ്ങനെ ഞാൻ ഫുള്ളായിട്ട് തന്നെ വരയ്ക്കാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ ഞാൻ A4ലാണ് വരയ്ക്കുന്നത്. അപ്പോൾ A4 വരയ്ക്കുമ്പം നമുക്ക് ഫുള്ളായിട്ട് വരയ്ക്കുമ്പോഴത്തേക്കും ഫേസ് ഒരുപാട് ചെറുതായി പോകും. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ വരയ്ക്കാനായിട്ട് പറ്റും, അല്ലെങ്കിൽ ഔട്ട്ലൈൻ ചെയ്യാനായിട്ട് പറ്റുമെന്നൊക്കെ ഞാൻ ഓർത്തായിരുന്നു. എങ്കിലും എങ്ങനെയൊക്കെ നല്ല രീതിയിൽ ഔട്ട്ലൈൻ ചെയ്തെടുത്ത് ഈ ഡ്രോയിങ് നല്ല അടിപൊളിയായിട്ട് വരയ്ക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ അത് തന്നെയല്ല, നമ്മൾ ഇതിന് മുമ്പിൽ വരച്ച ആ ഒരു ഫോട്ടോയിലെ ആ ക്വാളിറ്റി ഒന്നും ഈ ഒരു ഫോട്ടോയ്ക്കില്ല. അത്ര ക്ലാരിറ്റി ഉള്ള ഫോട്ടോ അല്ല എനിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം അത് വെച്ച് നോക്കുമ്പം നമുക്ക് കുറച്ചുകൂടെ ഡ്രോയിങ് ബുദ്ധിമുട്ടാകാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ ഫോട്ടോ നല്ല ക്ലാരിറ്റി ഉള്ള ഫോട്ടോ ആണെങ്കിൽ നമുക്ക് വരയ്ക്കുന്ന സമയത്തൊക്കെ സൂം ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഓരോ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ എങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഡ്രോയിങ് നല്ല രീതിയിൽ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു പാർട്ട് കണ്ടിട്ട് നിങ്ങൾ ഔട്ട്ലൈൻ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് സാധാരണ ഗ്രിഡ് ലൈൻസ് ഇട്ട് വരയ്ക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ, അതായത് ഔട്ട്ലൈൻ ചെയ്യാൻ വേണ്ടി ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ ഫേസ് മാത്രമായിട്ട്, ഞാൻ വരയ്ക്കുന്ന തന്നെ ഫേസ് മാത്രമായിട്ട് അത്ര ഭാഗത്ത് ക്രോസ് ആയിട്ട് ലൈൻസ് വരച്ചിട്ട് നിങ്ങൾ ഔട്ട്ലൈൻ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ എല്ലാം റെഫറൻസ് ഇമേജ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എടുത്ത് വരയ്ക്കാവുന്നതാണ്. ഞാൻ വരച്ചേക്കുന്ന ആ ഒരു ഡ്രോയിങ്ങിൻ്റെ ഔട്ട്ലൈനൂടെ അതിൻ്റെ ഇമേജൂടെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾ വരച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി, അതുപോലെ ആയിട്ടുണ്ടോ എന്ന് നോക്കിയാൽ മതി. പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് ഫേസ് വരയ്ക്കുന്ന സമയത്ത് മെയിനായിട്ട് നമുക്ക് ഒരു സൈഡിലോട്ട് കൂടുതലായിട്ട് ലൈറ്റ് അടിക്കുന്ന ഒരു ഭാഗം വരുന്നുണ്ട്. അതേസമയം അത് നമ്മൾ ഈ ഫോട്ടോയുടെ സൈഡ് വെച്ച് നോക്കുകയാണെങ്കിൽ വലത് സൈഡിലേക്ക് കൂടുതലായിട്ട് ഷാഡോസ് വരുന്ന ഭാഗങ്ങളാണ്. അപ്പോൾ അവിടെ കണ്ണൊക്കെ കുറച്ച് ഭാഗം നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ, ബാക്കിയുള്ള ഫുൾ ഷാഡോസാണ് വരുന്നത്. അപ്പോൾ നമുക്ക് അവിടെയൊക്കെ ഔട്ട്ലൈൻ ചെയ്യുന്ന സമയത്ത് ആ ഒരു ഭാഗം ഒരുപാട് ചെയ്യേണ്ട. കാരണം നമുക്കത് ഷെയ്ഡ് ചെയ്യുന്ന സമയത്ത്, അതായത് നമ്മൾ അടുത്ത പാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കത് ഷെയ്ഡ് ചെയ്തിട്ട് തന്നെ ആ ഒരു ഫേസ് അതുപോലെ നമുക്ക് കൊണ്ടുവന്നാൽ മതി. ഇപ്പോൾ ഔട്ട്ലൈൻ ചെയ്യുമ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്താൽ മാത്രം മതി. നമ്മൾ ഇങ്ങനെ സൈഡിലോട്ട് നല്ല രീതിയിൽ വരയ്ക്കുക, ആ ഒരു സൈഡിലേക്ക് നമ്മൾ ഷെയ്ഡ് ചെയ്യേണ്ട ആ ഒരു ഭാഗത്തേക്ക് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്താൽ മാത്രം മതി, ചെറുതായിട്ടൊന്ന് ചെയ്താൽ മാത്രം മതി. പിന്നെ ചിലർ കമൻറ്റ് ചെയ്ത് ചോദിക്കുന്ന കാര്യം, ഞാൻ ഏത് പെൻസിൽ ഉപയോഗിച്ചിട്ടാണ് വരയ്ക്കുന്നത്, ഏത് പേപ്പർ ഉപയോഗിച്ചിട്ടാണ് വരയ്ക്കുന്നത് എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ഈ ചാനലിൽ കിടപ്പുണ്ട്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഞാൻ ഇതൊക്കെ ഡ്രോയിങ് മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടാണ് ഡ്രോയിങ് ചെയ്യുന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ ഓരോരുത്തരും ഓരോ പാർട്ട്, അതായത് നമ്മളിപ്പം ഏത് ഡ്രോയിങ് ചെയ്ത് കഴിഞ്ഞാലും ഒരു 3 പാർട്ട് അല്ലെങ്കിൽ 4 പാർട്ടായിട്ടാണ് നമ്മൾ ഫിനിഷ് ചെയ്യുക. അപ്പം മിക്കവരും ഒരു പാർട്ട് കണ്ടിട്ടില്ലെങ്കിൽ ഇപ്പം രണ്ടാമത്തെ പാർട്ട് കണ്ടിട്ട് മൂന്നാമത്തെ പാർട്ട് എവിടെയെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഏത് ഡ്രോയിങ് ചെയ്താലും 3 പാർട്ടായിട്ട് ചെയ്യുന്നത് ഞാൻ പറഞ്ഞില്ല. അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ ബാക്കി പാർട്ട് അതിൻ്റെ അടുത്തൊരു വീഡിയോ ആയിട്ട് കിടപ്പുണ്ടാകും. അപ്പോൾ നിങ്ങൾ വീഡിയോ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. നമ്മുടെ ചാനലിൽ തന്നെ അതായത് നമ്മളിപ്പം ഏത് ഡ്രോ ചെയ്താലും നമ്മൾ കംപ്ലീറ്റ് ചെയ്യാതെ പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അടുത്തൊരു പാർട്ട് ഈ ഒരു ചാനൽ തന്നെ കിടപ്പുണ്ടാവും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മതി, നിങ്ങൾ ചെയ്ത ആ ഒരു പാർട്ടിൻ്റെ നെക്സ്റ്റ് പാർട്ട് ഉണ്ടോ എന്ന് നോക്കിയാൽ മതി, ചെക്ക് ചെയ്താൽ മതി. അപ്പം മിക്കവരും ചോദിക്കാറുണ്ട്, നെക്സ്റ്റ് പാർട്ട് എന്തെങ്കിലും ചോദിക്കാറുണ്ട് കമൻറ്റ് ചെയ്ത്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പം ജസ്റ്റ് ചെക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനലിൽ തന്നെ ഒരുപാട് വീഡിയോസ് കിടപ്പുണ്ട്. അപ്പം മിക്ക വീഡിയോസും തന്നെ ട്യൂട്ടോറിയലായിട്ട് തന്നെ നമ്മൾ ചെയ്തിരിക്കുന്നത്. പിന്നെ ആദ്യം ഞാൻ വരച്ച് തുടങ്ങിയ സമയത്ത് കുറച്ച് വീഡിയോസ് മാത്രം അല്ലാണ്ട് ചെയ്തിട്ടുള്ളൂ, ബാക്കി കൂടുതലായിട്ട് നമ്മൾ ട്യൂട്ടോറിയലായിട്ട് തന്നെ ഇട്ട് പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ഡ്രോയിങ് കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഡ്രോയിങ് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ കളർ പെൻസിൽ ഡ്രോയിങ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് ചാനലിൽ. അപ്പം നിങ്ങൾക്ക് അത്യാവശ്യം കളർ പെൻസിൽ ഡ്രോയിങ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ
ഈ ഒരു ചാനലിൽ അതിൻ്റെ വീഡിയോസൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ അതെടുത്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ഔട്ട്ലൈൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഫ്രീ ഹാൻഡായിട്ട് ഔട്ട്ലൈൻ ചെയ്യുന്ന വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഫ്രീ ഹാൻഡായിട്ട് നിങ്ങൾക്ക് ഔട്ട്ലൈൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആ വീഡിയോസൊക്കെ കണ്ടിട്ട് തന്നെ ജസ്റ്റ് പ്രാക്ടീസ് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ. പിന്നെ ഡ്രോയിങ് പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണ് നിങ്ങളെങ്കിൽ ഈ ചാനൽ മറക്കാവുന്ന സബ്സ്ക്രൈബ് ചെയ്തൊക്കെ നിങ്ങൾക്ക് യൂസ് ആകുന്ന ഒരുപാട് ഡ്രോയിങ് വീഡിയോസ് ഈ ചാനൽ വഴി അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പം അതൊക്കെ കണ്ടിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് ഈസിയായിട്ട് ഡ്രോയിങ് പഠിക്കാവുന്നുള്ളൂ. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. കമൻറ്റ് വഴിയോ മെസ്സേജ് ആയിട്ടോ ഒക്കെ ചോദിക്കാവുന്നതാണ്. അപ്പം ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഞാൻ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാം വഴി വന്നിട്ട് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ചോദിക്കാവുന്നതാണ് മെസ്സേജ് ആയിട്ട്. അപ്പോൾ ഇനി നമുക്ക് നോർമലായിട്ടുള്ള ഫോട്ടോ നോക്കിയിട്ട് ഔട്ട്ലൈൻ ചെയ്താൽ മതി. നമ്മളിപ്പോൾ ഫേസിൻ്റെ അത്രയും നമ്മൾ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സാധാരണ പോലെയുള്ള ഗൈഡ്ലൈൻസ് ഇട്ട ഫോട്ടോ നോക്കിയിട്ട് വരച്ച് പോയാൽ മതി. അപ്പം എല്ലാവർക്കും ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ് വരയ്ക്കാൻ തന്നെയാണ് എല്ലാവർക്കും ബുദ്ധിമുട്ട് വരിക. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഈ രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ എല്ലാ വീഡിയോയ്ക്കകത്തും പറയുന്ന കാര്യമാണ്, നിങ്ങൾ ഔട്ട്ലൈൻ ചെയ്യുന്ന സമയത്ത് നല്ല സമയമെടുത്തും നല്ല വൃത്തിയായിട്ടും ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഔട്ട്ലൈൻ നല്ല രീതിയിൽ ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഡ്രോയിങ്ങും നല്ല രീതിയിൽ നല്ല അടിപൊളിയായിട്ട് വരയ്ക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഔട്ട്ലൈൻ ചെയ്യുമ്പം ആ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഔട്ട്ലൈൻ ഇവിടെ ഏകദേശം കംപ്ലീറ്റ് ആറായിട്ടുണ്ട്. അപ്പം ഞാൻ AR എന്ന് എഴുതിയേക്കുന്ന ആ ഒരു ഭാഗം ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്.
അതിൻ്റെ തൊട്ട് മുകളിൽ വരെയുള്ള ഭാഗങ്ങളാണ് നമ്മൾ വരച്ചേക്കുന്നത്. അപ്പം ആ ഏറെമ്മ മാത്രമേ ഞാൻ ഒഴിവാക്കിയിട്ടുള്ളൂ. ബാക്കി ആ ഒരു കൈയുടെ ഭാഗമൊക്കെ നമ്മൾ വരച്ചിട്ടുണ്ട്. അപ്പം അടുത്തൊരു പാർട്ടിൽ നമ്മൾ ഇതിൻ്റെ ഷെയ്ഡിങ് ആയിരിക്കും ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് നമുക്കൊരു 3 പാർട്ട് കൊണ്ട് ഈ ഡ്രോയിങ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നോക്കാം.